എത്ര ഗൗരവമുള്ള വിഷയ കള്ളം പറയാന്ന് പറഞ്ഞത്. കള്ളം പറയാൻ പാടില്ല. ഒരു വിശ്വാസി ഒരിക്കലും കള്ളം പറഞ്ഞുകൂടാ. ഇത് വിശ്വാസിക്കുണ്ടായിരിക്കേണ്ട ഗുണാണ്. എന്നാ ഞമ്മക്കിപ്പോ നേരെ തിരിച്ചല്ല തോന്നുന്നത്, അല്ലെ? കളവ് എത്ര ഒരു ദിവസം നേരം വെളുത്താ വൈകുന്നേരം ആകുമ്പോഴേക്ക് പറയുന്നത് കളവ്, അല്ലെ? ബ്രോക്കർമാരൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം, ഒന്നുമല്ല, ഭക്ഷണം തന്നെ, അല്ലെ? വതജഅലൂന റിസ്ഖക്കും അന്നക്കും തുകദ്ദിബൂൻ, വതജഅലൂന റിസ്ഖക്കും അന്നക്കും തുകദ്ദിബൂൻ. സൂറത്തുൽ വാഖിയയിൽ അല്ലാഹു തആല പറഞ്ഞു, നിങ്ങളെ റിസ്ക് തന്നെ പച്ചക്കള്ളം പറഞ്ഞിട്ടാണ്. ഞാനിത് പറയുമ്പോൾ ആർക്കും വിഷമം തോന്നരുത് കേട്ടോ. നല്ല ബ്രോക്കർമാരുണ്ടാവും സത്യം മാത്രം പറഞ്ഞ് ഭക്ഷണം കഴിക്കുന്നവരെ. അവരെ പറ്റി പറഞ്ഞതല്ല, ഖുർആനിലൊരു ആയത്ത് പറഞ്ഞതാണ്. നിങ്ങളെ ഭക്ഷണം തന്നെ അന്നക്കും തുകദിബൂൻ, നിങ്ങൾ സത്യം മറച്ചു വെക്കുന്നതാക്കുന്നു, സത്യം മറച്ചു വെക്കലാക്കുന്നു നിങ്ങളെ ഭക്ഷണം. ഇമാം റാസി അതിനെ വിശദീകരിച്ചത് അങ്ങനെയാണ്. പലരും പല നിലക്കും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഇമാം റാസി നേരിട്ട് തന്നെ അതിനെ അങ്ങനെ തന്നെ വിശദീകരിച്ചത് കാണാം. അതുകൊണ്ട് കരുതണം, കള്ളം പറയുക എന്നതൊരു വിശ്വാസിക്കുണ്ടാവാൻ പാടില്ലാത്ത കാര്യമാണ്. ഒരിക്കലും കള്ളം പറയാൻ പാടില്ല. ബഹുമാനപ്പെട്ട ഇബ്നു അസാക്കിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഞാൻ നേരത്തെ വായിച്ചത്. അപ്പൊ നബി തങ്ങളോട് ചോദിച്ചു, എന്താ നബിയെ നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം? വേറെ ഒരു സ്ഥലത്ത് വായിച്ചപ്പോൾ നബി തങ്ങളോട് അതിന്റെ കാരണവും കൂടെ ചോദിച്ചപ്പോൾ നബി പറഞ്ഞു, ഞാൻ ഖുർആനിൽ നോക്കുമ്പോൾ വ്യഭിചരിച്ചാൽ ഹദ്ദ് പറഞ്ഞിട്ടുണ്ട്, അതിന് ശിക്ഷ പറഞ്ഞിട്ടുണ്ട്, മോഷ്ടിച്ചാൽ ശിക്ഷ പറഞ്ഞിട്ടുണ്ട്, കള്ളം പറഞ്ഞതിന് ശിക്ഷ പറഞ്ഞു കാണുന്നില്ല, സംഗതി ഗൗരവമുള്ള തെറ്റുവാണ്. അതിന്റെ അർത്ഥം ഒരു വിശ്വാസി കള്ളം പറയൂല എന്നാണ്. അങ്ങനെ ഒരു അവസരം അവന് വരൂല. നോക്ക് നിങ്ങൾ, എത്ര വലിയ തെറ്റാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോക്കണം, ഒരു പെണ്ണ് റസൂലുള്ളാഹിയുടെ അടുത്ത് വെച്ച് തന്റെ കൊച്ചിനെ വിളിക്കുകയാണ്, തന്റെ കുഞ്ഞിനെ വിളിക്കുകയാണ്, മോനെ വാ, തആൽ ഹത്താ യുഅ്തിയക ശൈആ. ഒരു പെണ്ണ് ഒരു കുട്ടിനെ വിളിക്കണ കേട്ടു റസൂലുള്ളാഹി. വീട്ടിൽ നിന്നേ പുറത്ത് ഓടിപ്പോയ ഉമ്മാരൊക്കെ ശ്രദ്ധിച്ചോളൂ. പുറത്തേക്ക് ഓടിപ്പോയ കുട്ടിനെ വിളിക്കാം, മോനെ വാ, ഞാൻ എനിക്കൊരു സാധനം തരാം. ഇതൊക്കെ നമ്മളെ പെണ്ണുങ്ങൾ എപ്പോഴും പറയണ, മോനെ വാ വാ, എനിക്കൊരു സാധനം തരാം. മോനെ അതിലാണ് പോയത് കൊണ്ട് വരാൻ വേണ്ടിയിട്ടാ പറയണത്. ഇവിടെ നോക്കുമ്പോ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഞാൻ നിനക്കൊരു സാധനം തരാം, വാ മോനെ എന്ന് പറഞ്ഞു. അപ്പൊ നബി തങ്ങൾ ചോദിക്കാൻ, ആ കുഞ്ഞെങ്ങാനും വന്നാൽ ഇപ്പൊ എന്താ കൊടുക്കുക? റസൂലുള്ളാഹി, ആ കുട്ടിപ്പോ കൊണ്ട് വരികയാണെങ്കിൽ വല്ലതും കൊടുക്കോ? റസൂലുള്ളാഹിയാണല്ലോ ചോദിച്ചത്. പെണ്ണിന് സംഗതി തിരിഞ്ഞു. തമ്രത്തന്നെ ആ റസൂലല്ലാഹ്, ഒരു ചോള കാരക്ക് എടുത്തു കൊടുത്താ സംഗതി കഴിഞ്ഞില്ലേ നബിയെ? ഒരു ചോള കാരക്ക് എടുത്തു കൊടുത്താ വിഷയം കഴിഞ്ഞില്ലേ? അപ്പൊ നബി പറഞ്ഞു, അമ്മ ലൗലം തഫ്അലി കുതിബത് അലൈകി കദിബാ. ഈ ഒരു കടുപ്പമുള്ള കാര്യം നബി തങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയാണ്, ഗൗരവമുള്ള കാര്യം പഠിപ്പിക്കാൻ വേണ്ടിയാണ് അത് ചോദിച്ചത്. എന്ത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ സാധാരണന്മാര് വിളിച്ചാൽ കൊടുക്കലില്ല. പെണ്ണിത് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ പറഞ്ഞത്. സാധാരണന്മാര് വിളിച്ചാൽ അത് സാധാരണ കബളിപ്പിക്കലാണ്. വിളിച്ചാൽ കുട്ടി വരുമ്പോ ഒന്നും ഉണ്ടാവില്ല. എന്തേ അമ്മച്ചിയെ വിളിച്ചു എന്ന് വെച്ചാൽ ഒന്നുമില്ല, അവൻ ഓടിപ്പോകുന്നിടത്ത് കിട്ടാൻ വേണ്ടി പറഞ്ഞതാണ്. എന്നാൽ ഒരു കാരക്കെങ്കിലും എടുത്തു കൊടുക്കുകയാണെങ്കിൽ തിരക്കടില്ല. ഇത് ചെയ്തിട്ടില്ലെങ്കിൽ കുതിബത്ത് അലൈക്ക് കദിബത്തുൻ, ഇതൊരു കളവായിട്ട് നിന്റെ അക്കൗണ്ടിൽ എഴുതി വെക്കും കേട്ടോ മോളെ, കരുതണം. അപ്പൊ കളവ് പറയുന്നതിന്റെ ഗൗരവാണത്. എന്നിട്ട് നുണയും ഫസാദും ഉണ്ടാക്കിയിട്ട് നാട്ടിലുള്ളവരെ തമ്മിൽ തല്ലിക്കുക, കുടുംബത്തെ തമ്മിൽ തല്ലിക്കുക, പ്രസ്ഥാനങ്ങളെ തമ്മിൽ തല്ലിക്കുക. ഇതിന്റെയൊക്കെ ഗൗരവം ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഇന്ന് നമ്മൾ പറഞ്ഞതിന്റെ ആകത്തുക അതാണ്. ഒരിക്കലും നമ്മുടെ നാക്കുകൊണ്ട് ഇത്തരം ഗൗരവമുള്ള വിഷയങ്ങൾ നമ്മൾ പറയാൻ പാടില്ല. അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉഹദ് യുദ്ധത്തിൽ അനസ് റളിയല്ലാഹു അൻഹു പറയാൻ, ഒരു കുഞ്ഞൻ ഷഹീദായി കിടക്കുകയാണ്. ഉസ്തുഷ്ഹിദ ഗുലാമുൻ മിന്നാ യൗമ ഉഹദ്. ഉഹദ് യുദ്ധത്തിൽ ഒരു കുഞ്ഞ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഷഹീദായി കിടക്കുന്നു. പടച്ചോനെ, ആ കുട്ടി യുദ്ധത്തിന് വരുന്ന സമയത്ത് ആ കുഞ്ഞിന് ഉമ്മയുടെ അടുത്ത് നിന്ന് ഭക്ഷണം പോലും ലഭിച്ചിട്ടില്ല. അത്രയും പട്ടിണിയിലാണ് ഈ കുഞ്ഞിന്റെ കുടുംബമുള്ളത്. ഫബുജിദ ഫീ ബത്നിഹി സഖറത്തും മർബൂതത്തും മിനൽ ജൂൾ. വിശപ്പ് കൊണ്ട് വെച്ച് കെട്ടിയ ഒരു കല്ല് തന്റെ വയറ്റത്ത് കണ്ടു. ഒരു കുട്ടി ഷഹീദായി കിടക്കുന്നു. ആ കുട്ടിനെങ്ങനെ പരിശോധിച്ചപ്പോ ആ കുട്ടിയുടെ ജഡം നോക്കുമ്പോ വയറ്റത്ത് വലിയൊരു പാറക്കഷ്ണം ഇങ്ങനെ വെച്ച് കെട്ടിയിട്ടുണ്ട്, വിശപ്പിന്റെ കാഠിന്യം കൊണ്ട്. വശദ്ദ മിൻ സഗബിൻ അഹ്ശാഅഹു വതവാ തഹ്തൽ ഹിജാറതി കശ്ഹൻ മുത്രഫൽ ലദമി മൗലായ.
അല്ലാഹുവിന്റെ ഹബീബിനെ കുറിച്ച് പറഞ്ഞില്ലേ ഇമാം ബുസീരി, വശദ്ദ മിൻ സഗബിൻ അഷാഅഹു വതവാ, വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് അവിടുത്തെ വയറ് വരിഞ്ഞു മുറുക്കി കെട്ടി. വശദ്ദ മിൻ സഗബിൻ അഷാഅഹു വതവാ തഹ്തൽ ഹിജാറത്തി, പരുപരുക്കൻ പാറയുടെ ചുവട്ടിൽ ചുരുട്ടി വെച്ചു. കശൻ മുത്രഫല്ലദമീ, നല്ല മാർദ്ദവമായ പൂ പോലെ ഓമനത്വം തുളുമ്പുന്ന, തൊട്ടാല് നല്ല മിനുസമുള്ള നബിതങ്ങളുടെ ഉദരം പരുപരുക്കൻ പാറയിൽ ഒതുക്കി വെച്ചു. മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് പറഞ്ഞതുപോലെ ഈ കുഞ്ഞിതാ ഇത് കെട്ടിക്കൂട്ടി, ഈ പാറ തന്റെ ശരീരത്തിൽ തന്റെ വയറ്റത്ത് വെച്ച് കെട്ടിയ അവസ്ഥയിൽ ഈ കുഞ്ഞിനെ കണ്ടപ്പം കുഞ്ഞിന്റെ ഉമ്മ ഇത് കണ്ടു. കുഞ്ഞ് ഷഹീദായി കിടക്കുന്ന സമയത്ത് പട്ടിണിയാണ്. കടുത്ത പട്ടിണിയിൽ പോലും ഇസ്ലാമിന് വേണ്ടി ജിഹാദ് ചെയ്ത് മരിച്ച ഈ കുഞ്ഞിനെ ഉമ്മ കണ്ടപ്പം ഫമസഹതു ഉമ്മുഹു തുറാബ അൻ വജ്ഹിഹി, ഉമ്മ വന്നിട്ട് എവിടെയാണ്, രണാങ്കണത്തിലല്ലേ വീണ് കിടക്കുന്നത്. സ്വാഭാവികമാണല്ലോ, പൊടിമണ്ണൊക്കെ ഉണ്ടാകും ശരീരത്തിൽ. ആ പൊടിമണ്ണ് തന്റെ മോന്റെ പൂമുഖത്ത് നിന്ന്, ആ ഓമന മുഖത്ത് നിന്ന് അതാ മണ്ണ് ഉമ്മ കയ്യുകൊണ്ട് ഇങ്ങനെ നീക്കിയിട്ട് പതുക്കെ തുടച്ചു കൊടുത്തിട്ട് വഖാലത്ത്, ഉമ്മ പറഞ്ഞു, ഹനീ അല്ലകൽ ജന്ന യാ ബുനയ്യ, ഹനീ അല്ലകൽ ജന്ന യാ ബുനയ്യ, ഹനീ അല്ലകൽ ജന്ന യാ ബുനയ്യ. മോനെ പേടിക്കണ്ട, നിനക്കാ മോനെ സന്തോഷം. എന്റെ കുരുന്നേ നീ പേടിക്കണ്ട, നിനക്ക് അല്ലാഹുവിന്റെ സ്വർഗമുണ്ട് മോനെ, സന്തോഷിച്ച കുഞ്ഞുമോനെ എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ചോദിക്കാൻ, വമാ യുദ്രീകി ലഅല്ലഹു കാന യതകല്ലമു ഫീമാ ലാ യഅനി വയംനഉ മാ ലാ യദുറുഹു. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, മോളെ അതെങ്ങനെ ഈ തീരുമാനിക്കാം? ഇതെന്താ, ഈ കുട്ടിനെ ഒന്ന് വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല, നബി ഈ കുറ്റത്തിന്റെ ഗൗരവം പഠിപ്പിക്കാൻ വേണ്ടി പറയാൻ. എന്ത്, അതെങ്ങനെ നീ അങ്ങനെയാണ് തീരുമാനിക്കുക? സ്വർഗമുണ്ട്. ഈ കുട്ടി അനാവശ്യ വാക്കുകളൊക്കെ പറയുന്ന, ഓന് വിഷമല്ലാത്ത കാര്യം അത് വേണ്ടാന്ന് വെക്കാത്ത ആളായിരുന്നുവെങ്കിൽ, കണ്ണിൽ കണ്ടതെല്ലാം വിളിച്ചു പറയുന്ന ഒരവസ്ഥക്കാരനായിരുന്നുവെങ്കിൽ, ഈ കുഞ്ഞങ്ങനെയുള്ള ഒരവസ്ഥയിലായിരുന്നുവെങ്കിൽ എങ്ങനെയാണ് ഈ കുഞ്ഞ് രക്ഷപ്പെടുക? എങ്ങനെ രക്ഷപ്പെടാനാണ്? രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ചിന്തിക്കേണ്ടത് വിഷയത്തിന്റെ ഗൗരവമാണ്. വളരെ കടുപ്പമുള്ള വിഷയമാണത്, ചെറിയ വിഷയമല്ല. അതുകൊണ്ട് കേട്ടോ, അതാ ഞാൻ പറഞ്ഞു വന്നത്, മസ്ലഹത്ത് ഉണ്ടാക്കാൻ പോകുന്ന കാരണവന്മാര് കേൾക്കണം. കളവ് പറയാൻ ഒരു വിശ്വാസി ഒരിക്കലും പാടില്ല. പക്ഷേ ജനങ്ങൾക്കിടയിൽ മസ്ലഹത്തുണ്ടാക്കാൻ, പിണങ്ങി നിൽക്കുന്ന ആളുകൾക്കിടയിൽ മസ്ലഹത്തുണ്ടാക്കാൻ വേണ്ടി നിങ്ങളൊരു കള്ളം പറഞ്ഞെങ്കിൽ അത് കള്ളമല്ല. റസൂലുള്ളാഹിയാ പറഞ്ഞത്, ലൈസ ബികദാബിൻ മൻ അസ്ലഹ ബൈനൽ ഇസ്നൈൻ. രണ്ടാളുടെ ഇടയിൽ മസ്ലഹത്തുണ്ടാക്കാൻ കള്ളം പറഞ്ഞവൻ അവൻ കള്ളം പറഞ്ഞവനല്ല. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ, രണ്ടാളുടെ ഇടയിൽ മസ്ലഹത്ത് ഉണ്ടാക്കുമ്പോൾ നേരെ എന്നെ പറഞ്ഞിട്ടുണ്ടാക്കാൻ കഴിയൂല, ഉറപ്പല്ലേ? കാരണം ഇവര് മറ്റവരെ പറ്റി ഇങ്ങനെ കത്തും മധ്യസ്ഥനോട്, അവിടെ ചെല്ലുമ്പോൾ ഇങ്ങോട്ടും കത്തും. അപ്പൊ ആ കത്തൽ അങ്ങനെ തന്നെ കൊടുത്താൽ പിന്നെ ഇവര് നന്നാവൂല. അപ്പൊ നിങ്ങളെപ്പറ്റി ഒരു നല്ല അഭിപ്രായം, ഞങ്ങൾ മിണ്ടാന്നാ പറയുന്നതെന്നൊക്കെ പറയേണ്ടി വരും. അതൊക്കെ സ്വാഭാവികമാണ്, ഒരു മധ്യസ്ഥൻ വഹിക്കേണ്ട കാര്യങ്ങളാണ്. ഒരു മധ്യസ്ഥന്റെ റോളിൽ കളവ് അത്യാവശ്യമായിരിക്കും. ആ കളവിന്റെ കുറ്റമില്ല. ഇത് നേരിട്ട് നമ്മെ പഠിപ്പിക്കുന്നത് ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസിലൂടെയാണ്. ആലോചിക്കണം. ലൈസ ബികദാബിൻ മൻ അസ്ലഹ ബൈനൽ ഇസ്നൈൻ ഫഖാല ഖൈറൻ ഔ നമാ ഖൈറാ. അയാൾ പറഞ്ഞത് എത്ര കള്ളാണെങ്കിലും അയാൾ ഖൈറാണ് പറഞ്ഞത്. കാരണം മസ്ലഹത്ത് ഉണ്ടാക്കാൻ വേണ്ടിയാണല്ലോ. ഔ നമാ ഖൈറാ, അല്ലെങ്കിൽ ഒരു ഖൈറിനെ പരിപോഷിപ്പിച്ചവനാണവൻ എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി. കഴിഞ്ഞില്ല, ഹബീബ് വീണ്ടും പറയുന്നു, അലാ ഉഖ്ബിറുക്കും ബിഅഫ്ളല മിൻ ദറജത്തി സിയാമി വസ്സദഖതി വസ്സലാ. എപ്പോഴും നിസ്കാരവും നോമ്പും സദഖയും അതുമായിട്ട് നടക്കുന്ന ഒരാൾക്ക് എത്ര വലിയ ക്രെഡിറ്റ് ഉണ്ടോ, ആ ക്രെഡിറ്റിനേക്കാൾ ബഹുമതിയുള്ള, അതിനേക്കാൾ വലിയൊരു ക്രെഡിറ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എന്ന് റസൂലുള്ള ചോദിച്ചപ്പോ, എന്താ സംഭവം? എപ്പോഴും നിസ്കാരം നോമ്പും സദഖയും. അങ്ങനത്തെ ഒരാൾ എത്ര വലിയ ആളാണ്, അയാളെക്കാൾ അഫ്ളലായ ഒരാളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എന്ന് ചോദിച്ചപ്പോ ഖാലു വലാ യാ റസൂലല്ലാഹ്. ഉറപ്പല്ലേ? സഹാബത്ത് ഇതിന് കാത്തിരിക്കല്ലേ? സഹാബത്ത് പറഞ്ഞു, അതേ നബിയേ. ഖാല ഇസ്ലാഹു ദാത്തിൽ ബൈൻ. രണ്ടാളുടെ ഇടയിലുള്ള പ്രശ്നം തീർക്കലാണ്.
പിണങ്ങി നിൽക്കുന്ന രണ്ടാളെ നന്നാക്കലാണ് ഇതിനേക്കാൾ പ്രതിഫലമുള്ള കാര്യമെന്ന് ഹബീബുന വസയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ നേരിട്ട് പറയുന്നത് കേട്ടോ, ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും. ജനങ്ങൾ പലപ്പോഴും അടക്കം പറയുന്ന അധികം അടക്കം പറച്ചിലും ഖൈറില്ല. രണ്ടാളിങ്ങനെ പോയിട്ട് സ്വകാര്യം പറയുമ്പോഴേ അത് വേറെന്തോന്റെ മാംസം തിന്നായിരിക്കും. ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും. ജനങ്ങൾ നടത്തുന്ന അധിക സ്വകാര്യത്തിലും ഖൈറില്ല. അടക്കം പറച്ചിൽ പലപ്പോഴും ഷർറാണ്. മൂന്നാമത്തെ ഒരാളുണ്ട്, രണ്ടാൾ കൂടി സ്വകാര്യം പറയാൻ പാടില്ല എന്നാണ്. ഇവന് തെറ്റുധാരണെങ്കിലും വരും അതിൽ. അതുകൊണ്ട് ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും, ജനങ്ങൾ നടത്തുന്ന അധിക സ്വകാര്യ സംഭാഷണത്തിലും ഖൈറില്ല. ഇല്ലാ മൻ അമറ ബിസ്സദഖ ഔ മഅറൂഫ്, സദഖ കൊണ്ട് കൽപ്പിച്ചവനൊഴികെ. അവരുടെ സംസാരം അതാണെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ ഔ മഅറൂഫിനല്ലേ നന്മ കൊണ്ട് കൽപ്പിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഔ ഇസ്ലാഹിൻ ബൈനൻ നാസി, അല്ലെങ്കിൽ രണ്ടാ തെറ്റി നിൽക്കുന്നു അവർക്കിടയിൽ നന്നാകാൻ വേണ്ടിയിട്ട് മധ്യസ്ഥനൊന്ന് അങ്ങോട്ട് നീങ്ങി ഒരു സ്വകാര്യം പറഞ്ഞു, പിന്നെ മധ്യസ്ഥന്മാർ രണ്ടാളും പുറത്തുപോയിട്ട് വേറൊരു സ്വകാര്യം പറഞ്ഞു, കക്ഷിയെ ഒരാളെ വിളിച്ച് സ്വകാര്യം പറഞ്ഞു, മറ്റേയാളെ വിളിച്ച് സ്വകാര്യം പറഞ്ഞു, അതിലൊന്നും കുഴപ്പമില്ല. അതെന്തുകൊണ്ട്? അതിൽ ഖൈറുണ്ട്. എന്നിട്ട് പറയുന്നു, മൻ യഫ്അൽ ദാലിക ഇബ്തിഗാഅ മർദാത്തില്ലാഹ്, അല്ലാഹുവിന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യം സ്വതക്ക കൊണ്ട് കൽപ്പിക്കുകയോ നന്മ കൊണ്ട് കൽപ്പിക്കുകയോ ജനങ്ങൾക്കിടയിൽ മസ്ലഹത്തുണ്ടാക്കുകയോ ഒക്കെ ചെയ്യുന്ന ആള്, ആ ആളുണ്ടല്ലോ, ഫസൗഫ നൂതീഹി അജ്റൻ അളീബാ, വണ്ണമായ പ്രതിഫലം നമ്മൾ അവർക്ക് നൽകുക തന്നെ ചെയ്യും. പിന്നീട് പരലോകത്ത് സൂറത്തുൻ നിസാഇന്റെ 114-ാമത്തെ ആയത്ത്, സൂറത്തുൻ നിസാഇൽ 114-ാമത്തെ ആയത്തിലൂടെ പറയുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, നമ്മൾ ശ്രദ്ധിക്കണം. മസ്ലഹത്തുണ്ടാക്കുക എന്നത് വലിയ കാര്യം തന്നെയാണ്. അപ്പൊ നേരത്തെ പറഞ്ഞ അത്രയും ഗൗരവമുള്ള കളവ് വരെ അനുവദിക്കപ്പെടുമ്പോൾ മസ്ലഹത്തിന്റെ കൂലി എത്രയാണ്? നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ്. രണ്ടാളെ പരസ്പരം കൊമ്പ് കോർക്കാൻ കാളപ്പോരിന് വിട്ടുകൊടുക്കലല്ല നല്ലത്. പരസ്പരം തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ അവരുടെ ഇടയിൽ മധ്യസ്ഥം വഹിച്ച് തൽക്കാലം ആ പ്രശ്നത്തിന്റെ തീരുമാനം കാണലാണ് നല്ലത്. ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു തന്റെ മോനോട് പറഞ്ഞു, യാ ബുനയ്യ കദ്ദിബു മൻ യഖൂലു ഇന്ന ശർറ യുത്ഫിഉ ശർറാ, മോനെ പറയുന്നവനെ നീ കളവാക്കണം. ഇന്ന ശർറ യുത്ഫിഉ ശർറാ, ഒരു തിന്മ മറ്റൊരു തിന്മയെ കെടുത്തിക്കളയും, അണച്ചുകളയും എന്ന് പറഞ്ഞാൽ, പോരിന് പോരുകൊണ്ട് പോരണയുമെന്ന് കരുതിയാൽ, കിബിറ് കൊണ്ട് കിബിറണയുമെന്ന് കരുതിയാൽ, ഹസദ് കൊണ്ട് ഹസദണയുമെന്ന് കരുതിയാൽ അത് അപകടമാണ്. ഇന്ന ശർറ യുത്ഫിഉ ശർറാ, ഒരു തിന്മ കൊണ്ട് മറ്റേ തിന്മയെ കെടുത്തിക്കളയാമെന്നാരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ മോനെ അതപ്പം തന്നെ കളവാണെന്ന് നീ മനസ്സിലാക്കിക്കോ. ഫഇൻ കാന സാദിഖാ, അവൻ പറഞ്ഞത് സത്യമാണെങ്കിൽ ഫൽയൂഖിദ് നാറൈൻ, അവൻ രണ്ട് തീ തൊട്ടടുത്ത് കത്തിച്ചു വെക്കട്ടെ. ഇവിടെയും കുറച്ച് തീ കത്തി, ഇവിടെയും കുറച്ച് തീ പൂട്ടി, എന്നിട്ട് ആ രണ്ട് തീയും കത്തിച്ചിട്ട് സുമ്മല്ലംദുർ, എന്നിട്ട് ആ രണ്ട് തീകളും പരസ്പരം കൂട്ടിച്ചേർക്കട്ടെ. അവൻ ഒരു തീയിലേക്ക് എടുത്തിട്ടാൽ സുമ്മല്ലംദുർ ഹൽ തുത്ഫിഉ ഇഹ്ദാഹുമാ അൽ ഉഖ്റാ, ഇതിലൊന്ന് മറ്റേതിനെ കെടുത്തിക്കളയോന്ന് അവനൊന്ന് നോക്കിക്കോട്ടെ. തീയിലേക്ക് എടുത്തിടുമ്പോ ഒന്നും കൂടെ സ്ട്രോങ് ആയി കത്തേ ഉള്ളൂ. അതേ സമയത്ത് തീയല്ല തീയിലേക്ക് ഒഴിക്കേണ്ടത്. വഇന്നമാ യുത്ഫിഉൽ മാഉൻ നാർ, വെള്ളം തീയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ അണഞ്ഞു പോകും മോനെ, വെള്ളം തീയിനെ അണക്കും. എന്നതുപോലെ പോരിന് പോരല്ല, അസൂയക്ക് അസൂയയല്ല.